അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഈ കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് മുട്ട, അതുപോലെ തൈരോ ബട്ടർ മിൽക്കോ ഒന്നും യൂസ് ചെയ്യണില്ല. അതുപോലെ ഓവനോ ബീറ്ററോ ഒന്നും യൂസ് ചെയ്യാണ്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് ഫ്രൈ പാനിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും എടുക്കുക കേട്ടോ. ബട്ടറും എടുക്കുക. ബട്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം അതാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ എടുക്കുക കേട്ടോ. നമ്മൾ ബീറ്ററൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ മെൽറ്റായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പൊടിച്ച പഞ്ചസാര ഓയിലും കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്കുള്ള പൊടിയൊന്ന് അരിച്ചെടുക്കണം. ഇതിനൊരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. മൈദ ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പഴയതാണെങ്കിൽ ആക്റ്റീവ് ആകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ, ഒരു 2 നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഞാൻ. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നേരത്തെ വേണമെങ്കിൽ അരിച്ച് വെക്കുക കേട്ടോ. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/4 കപ്പ് പാലാണ്. പാലെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, റൂം ടെമ്പറേച്ചറുള്ള പാൽ തന്നെ എടുക്കുക, തണുത്ത പാലെടുക്കരുത് കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ആദ്യം ഒഴിച്ചിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള 1/4 കപ്പ് പാലും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് കട്ടയില്ലാണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും കേട്ടോ. ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയാണ്, നമ്മുടെ സുർക്ക കേട്ടോ. അതും കൂടെ ലാസ്റ്റാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പം നമ്മളിതിലേക്ക് ബട്ടർ മിൽക്കോ പുളിപ്പിനൊന്നും ചേർത്തിട്ടില്ല. പെട്ടെന്ന് നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബേക്കിംഗ് സോഡ ചേർക്കുന്നതുകൊണ്ട് തന്നെ ആക്റ്റീവായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരിത്തിരി സുർക്ക അതിനാണ് ചേർക്കുന്നത്. ഇനി ആ ഒരു കേക്ക് ബാറ്ററിൽ നിന്ന് കുറച്ച് ബാറ്റർ ഞാനൊരു 2 ബൗളിലേക്ക് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് കൊക്കോ പൗഡർ ചേർത്തിട്ടൊന്ന് നമുക്കൊരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുഴുവനായിട്ട് തന്നെ ഇടുന്നില്ല, ഒരു ബ്രൗൺ കളറിന് വേണ്ടിയിട്ടാണ്. ഒരു ബൗളിലേക്ക് ഞാൻ 3 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. നല്ല ഡാർക്കായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ബ്ലാക്ക് ജെൽ കളറൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിട്ട് കിട്ടും കേക്ക്. അപ്പോൾ നമുക്ക് ഭംഗിനേക്കാളും നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് കൊക്കോ പൗഡർ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, കളറൊക്കെ ചേർക്കാത്തതാണ് ഏറ്റവും നല്ലത്. അപ്പം രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നല്ല ഡാർക്ക് കൊക്കോ പൗഡർ ആണെങ്കിൽ നല്ല കളർ കിട്ടും കേട്ടോ. ഇനി ഞാനൊരു ഫ്രൈ പാനിലാണ് ഈ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ പാന് നമുക്കൊന്ന് ഓയിലൊന്ന് പുരട്ടി കൊടുക്കാം. ഇത് വേണം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഡയറക്റ്റാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കുറച്ച് കൊക്കോ പൗഡർ ഇട്ടിട്ട് ബ്രൗൺ കളറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ എടുത്തിട്ട് ചെറുതായിട്ട് നമുക്കിങ്ങനെ കുറേശ്ശായിട്ട് ഇതിലേക്ക് ഇറ്റിച്ച് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഒരു പൈപ്പിംഗ് കവറിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റായിട്ട് ചെയ്യാൻ കഴിയും. സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ പൈപ്പിംഗ് ബാഗൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ എപ്പോഴും കേക്കൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് എൻ്റെ അടുത്തില്ല. അപ്പോൾ ഞാനൊരു ടീസ്പൂൺ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഈ കേക്കിന് ഡിസൈനിങ് മാത്രമല്ല, നമ്മൾ കേക്ക് കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും കൂടെ ഇതിനുണ്ടാവും. ഇനി ഞാൻ കുറച്ചും കൂടി ഡാർക്കാക്കിയിട്ടുള്ള മാവൊന്ന് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം എല്ലാവർക്കും. ഇനി നമുക്ക് കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഡിസൈനിങ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കൊരു പുലിയുടെ ഡിസൈൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു പാമ്പിൻ്റെ ഡിസൈനാണെന്ന് വെച്ചാൽ അങ്ങനെയും പറയാൻ പറ്റില്ല. ഇത് കിട്ടുന്ന സമയത്ത് നല്ല കാണാൻ അത്യാവശ്യം ഭംഗിയുള്ളൊരു ഡിസൈൻ തന്നെയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് തട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ താഴെ ചെയ്തതുപോലെ തന്നെ മുകളിലും നമ്മൾക്ക് ബാക്കിയുള്ള ആ ഒരു കേക്ക് ബാറ്റർ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാനൊരു ദോശക്കല്ല് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ഒരു പാന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ദോശക്കല്ലിൻ്റെ മേൽക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു അലുമിനിയത്തിൻ്റെ തട്ടോ അല്ലെങ്കിൽ ഒരു പഴയ പാനോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നമ്മുടെ ഒരു പാന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു 20 മിനിറ്റ് മാത്രം മതി നമുക്ക് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. വളരെ കുറഞ്ഞ സമയം മതി. ഇനി നമ്മളിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് നമ്മുടെ ഒരു അടപ്പിൻ്റെ ആ ഒരു ഹോള് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം, എയർ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഹോളുണ്ട് ഈ ലിഡിന്. അപ്പോൾ അതൊരു പേപ്പർ വെച്ചിട്ട് ഒരു ഫോയിലിൻ്റെ ഒരു കഷ്ണം വെച്ചിട്ട് എന്ത് വെച്ചിട്ടാണെങ്കിലും ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഇനി നമ്മൾ വളരെ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. 20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് നന്നായിട്ട് റെഡിയായി കിട്ടും. അപ്പോൾ ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാത്തവർക്ക് ഒരു വിഷമവും വേണ്ട കേട്ടോ. കേക്കൊക്കെ നമുക്ക് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ മുട്ട കഴിക്കാത്തവരാണെങ്കിലും വിഷമിക്കണ്ട. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ സൈഡൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ മോൾ ഭാഗം നന്നായിട്ട് ബ്രൗൺ കളർ ആവണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ അടിഭാഗം ഒരുപാട് കളർ ചേഞ്ച് ആയി പോകും. അപ്പോൾ അടിഭാഗത്ത് ആ ഒരു ഡിസൈൻ്റെ ഭംഗി പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്, കേക്ക് ഒന്ന് റീമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്കാണ്. നമ്മൾ വാനില കേക്കാണെങ്കിലും ഇത് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു ചോക്ലേറ്റിൻ്റെ ചെറിയൊരു ഫ്ലേവറും കൂടെ അത് കിട്ടുന്നതുകൊണ്ട് തന്നെ കുട്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഈ കേക്ക്. നമ്മൾ ക്രീമൊന്നും ഇല്ലാണ്ട് തന്നെ ഒരു പ്ലെയിൻ കേക്ക് ചെയ്തെടുക്കുന്ന എപ്പോഴും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കേക്കാണ്. കുട്ടികൾ കേക്കൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ വിപ്പിംഗ് ക്രീം ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അടിയൊന്നും കരിയാണ്ട് തന്നെ നമുക്ക് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതിങ്ങനെ പൊടിഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.